ഹായ് ഫ്രണ്ട്സ്, ടെക് യൂസ് ചാനലിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഹാക്കിംഗ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. ആ വീഡിയോ കാണാത്തവർ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണുവാൻ അപേക്ഷിക്കുന്നു. ഒരു ക്രാക്കർ ഹാക്ക് ചെയ്തതിന് ശേഷം അവർ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെടാം. ഒരു ക്രാക്കർ ഹാക്ക് ചെയ്യുന്നത് സാമ്പത്തിക ലാഭത്തിനു വേണ്ടിയോ അല്ലെങ്കിൽ മുൻവൈരാഗ്യം മൂലമോ അല്ലെങ്കിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റുവാനോ വേണ്ടിയായിരിക്കും. ഇതിൽ ആദ്യ വിഭാഗക്കാർ ഹാക്ക് ചെയ്തതിന് ശേഷം അവർ നിങ്ങളെ ഇമെയിൽ മുഖേനയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിലൂടെയോ ഭീഷണിപ്പെടുത്തുന്നതായിരിക്കും. ഞാൻ ഇവിടെ 3 സന്ദർഭങ്ങൾ വിശദീകരിക്കാം. 1. നിങ്ങളുടെ കമ്പ്യൂട്ടർ ഹാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം. 2. നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം. 3. നിങ്ങളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം. നിങ്ങളുടെ സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെട്ടാൽ ആദ്യം ഒരു ഇമെയിൽ വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിൽ നിങ്ങൾ കാണത്തക്ക രീതിയിൽ സേവ് ചെയ്തിട്ടുള്ള ഒരു നോട്ട് പാഡിലെ ഒരു മെസ്സേജ് വഴിയോ അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയേക്കാം. നിങ്ങളുടെ സിസ്റ്റത്തിലെ ഡാറ്റ മുഴുവൻ അവരുടെ കയ്യിലുണ്ടെന്നും നിങ്ങളുടെ സിസ്റ്റത്തിലെ ഡാറ്റ മുഴുവൻ അവർ ഇറേസ് ചെയ്തെന്നും ഈ ഡാറ്റ തിരികെ ലഭിക്കണമെങ്കിൽ ഒരു നിശ്ചിത എമൗണ്ട് ബിറ്റ്കോയിൻ അവർ പറയുന്ന ബിറ്റ്കോയിൻ വാലറ്റിൽ നിക്ഷേപിക്കണമെന്നും അവർ ആവശ്യപ്പെടും. ബിറ്റ്കോയിൻ ഇടപാടുകൾ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നതുകൊണ്ടാണ് അവർ ബിറ്റ്കോയിൻ ആവശ്യപ്പെടുന്നത്. ബിറ്റ്കോയിനെ കുറിച്ചുള്ള ഒരു സമഗ്രമായ വീഡിയോ അടുത്തു തന്നെ ഞാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങളുടെ മൊബൈൽ ഹാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം ഇമെയിൽ മുഖേനയാണ് സാധാരണയായി അവർ നിങ്ങളെ ബന്ധപ്പെടുക. പക്ഷേ ഇത്തരം ഇമെയിലുകൾക്ക് ഒരു സ്ഥിരം പാറ്റേൺ ഉണ്ട്. നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടാലും ഇല്ലെങ്കിലും ഇത്തരം ഇമെയിലുകൾ നിങ്ങൾക്ക് ലഭിക്കാം. അത്തരത്തിലുള്ള ഒരു ഇമെയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഡിയർ മിസ്റ്റർ എക്സ്, ഞാൻ നിങ്ങളുടെ ഫോൺ ഹാക്ക് ചെയ്തു. എന്നിട്ട് റിമോട്ടായി ക്യാമറ ആക്സസ് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ഞാൻ അതിൽ ഇൻസ്റ്റാൾ ചെയ്തു. എപ്പോഴെല്ലാം നിങ്ങൾ ഫോണുമായി ബാത്റൂമിൽ കയറുന്നുവോ അപ്പോഴെല്ലാം ക്യാമറ ഓട്ടോമാറ്റിക്കായി ഓൺ ആവുകയും റെക്കോർഡിംഗ് ആരംഭിക്കുകയും ചെയ്യും. എന്നിട്ട് നിങ്ങളുടെ സ്വകാര്യ പ്രവൃത്തികളെല്ലാം അത് റെക്കോർഡ് ചെയ്തിട്ട് എൻ്റെ സിസ്റ്റത്തിൽ സേവ് ചെയ്യും. ഞാൻ പറയുന്ന നിശ്ചിത എമൗണ്ട് ബിറ്റ്കോയിൻ എൻ്റെ ബിറ്റ്കോയിൻ വാലറ്റിൽ നിക്ഷേപിച്ചില്ലെങ്കിൽ ഈ വീഡിയോസ് എല്ലാം ഞാൻ സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പ്രസിദ്ധീകരിക്കും. ഈ വീഡിയോ കണ്ടതിന് ശേഷം 2 ദിവസത്തിനകം ബിറ്റ്കോയിൻ നിങ്ങൾ നിക്ഷേപിച്ചിരിക്കണം. ഈ വീഡിയോ നിങ്ങൾ ഓപ്പൺ ചെയ്തത് മുതൽ നിങ്ങളുടെ ടൈമർ സ്റ്റാർട്ട് ചെയ്തു. ഇതാരെങ്കിലും അറിയിച്ചു കഴിഞ്ഞാൽ അപകടം വിളിച്ചു വരുത്തുന്നതിന് തുല്യമായിരിക്കും എന്നായിരിക്കും ഈ ഇമെയിലിൻ്റെ ഉള്ളടക്കം. ചിലപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടിട്ട് പോലും ഉണ്ടാകില്ല. പക്ഷേ സ്ഥിരമായി മൊബൈലുമായി ബാത്റൂമിൽ കയറുന്നവരാണ് നിങ്ങളെങ്കിൽ, ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ പേടിക്കുകയും സ്വാഭാവികമായി അവരുടെ ഭീഷണിയിൽ പെട്ടുപോവുകയും ചെയ്യും. നിങ്ങളുടെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ വെബ്സൈറ്റിലെ ഡാറ്റ മുഴുവൻ അവർ കൈക്കലാക്കുകയും വെബ് സെർവറിലുള്ള എല്ലാ ഡാറ്റകളും അവർ ഡിലീറ്റ് ചെയ്യുകയും പകരം അവരുടെ ഓർഗനൈസേഷൻ്റെ ഫയൽസുകൾ അതിൽ നിക്ഷേപിക്കുകയും ചെയ്യും. അതിലൂടെ അവർ അവരുടെ ഭീഷണി നിങ്ങളെ അറിയിക്കുകയും ചെയ്യും. നിങ്ങളുടെ ഫയൽസ് അല്ലെങ്കിൽ ഡാറ്റ തിരിച്ചു വേണമെങ്കിൽ അവർ പറയുന്ന നിശ്ചിത എമൗണ്ട് ബിറ്റ്കോയിൻ അവരുടെ ബിറ്റ്കോയിൻ വാലറ്റിൽ നിക്ഷേപിക്കണമെന്നും അവർ ഭീഷണിപ്പെടുത്തും. ഇനി നമുക്ക് ഹാക്ക് ചെയ്യപ്പെടാതിരിക്കുവാൻ വേണ്ടി എടുക്കേണ്ട മുൻകരുതലുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. 1. നല്ലൊരു ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുക. ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിൽ അവാസ്റ്റ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ആണ് ഏറ്റവും നല്ല ഓപ്ഷൻ. അത് ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. 2. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയറുകൾക്ക് എല്ലാ മാൽവെയർസിനെയും ഡിറ്റക്ട് ചെയ്യാൻ സാധിച്ചെന്ന് വരില്ല. അതിനായി പ്രത്യേകം തയ്യാറാക്കിയ ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയറുകളുണ്ട്. അങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. മാൽവെയർ ബൈറ്റ്സിൻ്റെ ആൻറ്റി മാൽവെയർ സോഫ്റ്റ്വെയർ ആണ് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതിൽ ഏറ്റവും നല്ല ഓപ്ഷൻ. 3. വിൻഡോസിൻ്റെ ജെനുവിനായിട്ടുള്ള കോപ്പി യൂസ് ചെയ്യുക. നിങ്ങൾ ഒരു വിൻഡോസ് യൂസർ ആണെങ്കിൽ സ്വതവേ നിങ്ങൾക്ക് പൈറേറ്റഡ് കോപ്പി യൂസ് ചെയ്യാനുള്ള പ്രവണതയുണ്ടാകും. എന്നാൽ അത് നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെടാനുള്ള പോസിബിലിറ്റി അതിൽ വളരെ കൂടുതലാണ്. 4. നിങ്ങൾ ഏത് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോഴും ഒറിജിനൽ വെർഷൻ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഉദാഹരണത്തിന് ഔട്ട്ലുക്ക് സോഫ്റ്റ്വെയർ. ഈ ഔട്ട്ലുക്ക് ഉപയോഗിക്കുന്നത് നിങ്ങളുടെ മെയിൽ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയാണ്. ഇത് ഒറിജിനൽ യൂസ് ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ മെയിൽ ഹാക്ക് ചെയ്യപ്പെടുവാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. മെയിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വകാര്യ വിവരങ്ങൾ കൈമാറ്റം ചെയ്യുവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് കൈമാറ്റം ചെയ്യുവാനോ ഉപയോഗിക്കുന്ന ഒരു ഉപാധിയാണ്. അപ്പോൾ ഒറിജിനൽ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ഡാറ്റ കൈമോശം വരുവാനും അല്ലെങ്കിൽ നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെടുവാനുമുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. 5. ഒരേ പാസ്വേഡ് തന്നെ സ്ഥിരമായി എല്ലാ അക്കൗണ്ടുകൾക്കും യൂസ് ചെയ്യാതിരിക്കുക. ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ബാക്കി എല്ലാ അക്കൗണ്ടുകളും ഹാക്ക് ചെയ്യപ്പെടുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. 6. ഈസിയായി ഗസ് ചെയ്യാൻ സാധിക്കുന്ന പാസ്വേഡുകൾ ഉപയോഗിക്കാതിരിക്കുക. വളരെ കോംപ്ലിക്കേറ്റഡ് ആയുള്ള പാസ്വേഡുകൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. എന്നാൽ
അർത്ഥമുള്ള വാക്കുകൾ അല്ലാത്ത പാസ്വേഡുകൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. പാസ്വേഡ് ജനറേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ഒരുപാട് വെബ്സൈറ്റുകൾ ഓൺലൈനായിട്ട് ലഭ്യമാണ്. അതിൽ നിങ്ങൾക്ക് റാൻഡമായി പാസ്വേഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പാസ്വേഡിൻ്റെ ലെങ്ത് എത്ര കൂടുന്നുവോ അത്രത്തോളം നിങ്ങളുടെ പാസ്വേഡ് സുരക്ഷിതമായിരിക്കും. 7. സ്ഥിരമായി നിങ്ങളുടെ പാസ്വേഡുകൾ മാറ്റുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു 15 ദിവസത്തിനപ്പുറം ഒരു പാസ്വേഡ് യൂസ് ചെയ്യുന്നത് നല്ലതല്ല. 8. സ്ഥിരമായി നിങ്ങളുടെ സിസ്റ്റം ആൻറ്റിവൈറസ് സ്കാനർ കൊണ്ടോ അല്ലെങ്കിൽ മാൽവെയർ സ്കാനർ കൊണ്ടോ സ്കാൻ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. 9. പരമാവധി പബ്ലിക് വൈഫൈ സ്പോട്ടുകളിൽ നിങ്ങളുടെ ലാപ്ടോപ്പോ അല്ലെങ്കിൽ മൊബൈലോ കണക്ട് ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ഇത്തരം പബ്ലിക് വൈഫൈ സ്പോട്ടുകൾ ചിലപ്പോൾ കെണികൾ ആയിരിക്കുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഡാറ്റ അവർക്ക് ഈസിയായി ആക്സസ് ചെയ്യുവാൻ സാധിക്കും. 10. നിങ്ങൾ ഒരു കമ്പനി നടത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കമ്പനിയിലെ ഏതെങ്കിലും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുകയാണ്, നിങ്ങളുടെ കമ്പനിയുടെ സെക്യൂരിറ്റിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവലാതി ഉണ്ടെങ്കിൽ ഒരു സെക്യൂരിറ്റി സ്പെഷ്യലിസ്റ്റിനെ നിയമിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്പനിക്ക് ആ വർക്ക് കൈമാറ്റം ചെയ്യുകയോ ചെയ്യേണ്ടത് വളരെ ഉത്തമമാണ്. നിങ്ങളുടെ കമ്പനിയുടെ പ്രധാനപ്പെട്ട രേഖകൾ കൈമോശം വരാതിരിക്കുവാൻ ഇത് നിങ്ങൾക്ക് വളരെ ഉപകരിക്കും. ഡാറ്റകൾ സ്ഥിരമായി ബാക്കപ്പ് ചെയ്യുന്ന ശീലം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. ഏതെങ്കിലും കാരണവശാൽ നിങ്ങളുടെ ഡാറ്റ ഏതെങ്കിലും ഹാക്കർ കൈക്കലാക്കി സിസ്റ്റം ഇറേസ് ചെയ്തു കഴിഞ്ഞാൽ ഈ ബാക്കപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ഡാറ്റ റീസ്റ്റോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ധനനഷ്ടം ഉണ്ടാവുന്നതായിരിക്കില്ല. നിങ്ങൾ ഹാക്ക് ചെയ്യപ്പെട്ടതിന് ശേഷം നിങ്ങളെ ഭീഷണിപ്പെടുത്താൻ അവർ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവരുടെ ഭീഷണിയിൽ നിങ്ങൾ വീണു പോകരുത്. എത്രയും പെട്ടെന്ന് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ സെല്ലിലോ നിങ്ങൾ പരാതി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത്തരക്കാരുടെ ഭീഷണിയിൽ പെട്ടുപോയി കഴിഞ്ഞാൽ, നിങ്ങൾ കാശ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ ഡാറ്റ തിരിച്ചു തരുമെന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വകാര്യ വീഡിയോകൾ അവർ പ്രസിദ്ധീകരിക്കില്ലെന്നോ യാതൊരു ഉറപ്പുമില്ല. അതുകൊണ്ട് ദയവായി ഇത്തരം ഭീഷണിയിൽ പെട്ടുപോവാതെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് ചെയ്യുന്നതായിരിക്കും ഉത്തമം. നിങ്ങൾക്ക് ഏതെങ്കിലും ടെക്നിക്കൽ വിഷയം കൂടുതലായി അറിയണമെന്നുണ്ടോ എങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് വരുന്ന വീഡിയോ ഞാൻ അടുത്തതായി ചെയ്യുന്നതായിരിക്കും. നന്ദി.